ഒമാനിൽ വിദേശ തൊഴിലാളികളുടെ വർക്ക് പെർമിറ്റുമായി ബന്ധപ്പെട്ട പുതിയ ചട്ടങ്ങൾ വരികയാണ്. രാജ്യത്ത് സ്വദേശീവൽക്കരണം കൂടുതൽ ശക്തമാക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് മന്ത്രാലയം പുതിയ ഭേദഗതികൾ കൊണ്ടുവരുന്നത്. ഷൂറ കൌൺസിൽ പ്രത്യേക യോഗം ചേർന്ന് പുതിയ നിയമങ്ങളും ചട്ടങ്ങളുമൊക്കെ വിലയിരുത്തി. തൊഴിൽ രംഗവുമായി ബന്ധപ്പെട്ട പുതിയ തീരുമാനങ്ങൾ വിലയിരുത്താനായാണ് ഷൂറ കൌൺസിൽ പ്രത്യേക യോഗം ചേർന്നത്. ഡെപ്യൂട്ടി ചെയർമാൻ ഷെയ്ഖ് സെയ്ദ് ബിൻ ഹമദ് അൽ സഅദിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ തൊഴിൽ മന്ത്രി ഡോക്ടർ മഹദ് ബിൻ സയ്യിദ് ബാവിൻ പുതിയ ഭേദഗതികളെക്കുറിച്ച് വിശദീകരിച്ചു. രാജ്യത്തെ സാമ്പത്തിക വളർച്ചയും തൊഴിൽ വിപണിയുടെ സ്ഥിരതയും പൊരുത്തപ്പെട്ടു പോകുന്ന വിധത്തിലാകും നിയമത്തിലെ മാറ്റങ്ങൾ. സ്വകാര്യ മേഖലയിൽ സ്വദേശികൾക്ക് കൂടുതൽ തൊഴിലവസരങ്ങൾ ഉണ്ടാകും. നിയമങ്ങൾ കൃത്യമായി പാലിക്കുന്ന കമ്പനികൾക്ക് പ്രത്യേക ആനുകൂല്യങ്ങളും ലംഘിക്കുന്ന സ്ഥാപനങ്ങൾക്കെതിരെ നിയമ നടപടികളും ഉണ്ടാകും. പുതിയ സംവിധാനങ്ങളിലേക്ക് മാറാൻ സ്വകാര്യ സ്ഥാപനങ്ങൾക്ക് ആവശ്യമായ സമയപരിധി മന്ത്രാലയം അനുവദിച്ചിട്ടുണ്ട്. പുതിയ ചട്ടങ്ങളെക്കുറിച്ച് തൊഴിലുടമകൾക്കും നിക്ഷേപകർക്കും പ്രവാസി തൊഴിലാളികൾക്കും ബോധവൽക്കരണം സംഘടിപ്പിക്കും. ചട്ടങ്ങൾ നിലവിൽ വരുന്നതോടെ നിലവിലുള്ള തൊഴിൽ മാനദണ്ഡങ്ങൾ പാലിക്കുന്ന കമ്പനികളുടെ എണ്ണത്തിൽ വലിയ വർധനവുണ്ടാകുമെന്നാണ് മന്ത്രാലയത്തിന്റെ വിലയിരുത്തൽ. പുതിയ ലൈസൻസ് ഫീസുകൾ, സ്വദേശീവൽക്കരണം നടപ്പാക്കാത്തവർക്കെതിരെയുള്ള പിഴ, ചെറുകിട ഇടത്തരം സംരംഭങ്ങളുടെ സാമ്പത്തിക സുസ്ഥിരത എന്നിവയും ചർച്ചയായി. മാതൃഭൂമി ന്യൂസ്, മസ്കറ്റ്.